ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെബി ക്രിയേഷൻ നട്ട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളതെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ആദ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ഈ ഒരു വലുപ്പത്തിൽ വരുന്ന ഇത്രയും വലുപ്പത്തിൽ വരുന്ന വലിയ പ്ലാന്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 313 ആണ്. ഈ ഒരു റേറ്റിൽ ഇതുവരെ ആരും ഇത്രയും വലിയ പ്ലാന്റ്സിൽ കൊണ്ടുവന്നതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇതിൻ്റെ മേലോട്ട് വരുമ്പോഴത്തേന് ടോപ്പിലുള്ള പ്ലാന്റ് ലീഫൊക്കെ നല്ല വലിയ ലീഫായിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടോപ്പ് കട്ടിങ് എടുത്ത് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അടിയിലുള്ള പ്ലാന്റ്സുകളെല്ലാം വേറെ ആക്കാനും പറ്റും. അതേ രീതിയിൽ വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് ഇരിക്കുന്നതെല്ലാം. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നാൽ ഇത് തീർന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പ്ലാന്റ്സുകൾ ഇതേ വലുപ്പത്തിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ പിന്നെയും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഈ പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഡബിൾ ഷൂട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 315 ആണ്, 350 രൂപ. ഇതിനകത്ത് ഡബിൾ ഷൂട്ടാണ് വരുന്നത്. ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഡബിൾ ഷൂട്ടാണ്. നിങ്ങൾക്കിത് വീടിക്കുമ്പോൾ നിങ്ങൾക്കിത് രണ്ടായിട്ട് എടുക്കാവുന്നതാണ്, പിരിച്ചെടുക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റേ ഉള്ളൂ ഡബിൾ ഷൂട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആദ്യമേ നമുക്ക് ഓർഡർ തരേണ്ടതാണ് കേട്ടോ. അടുത്ത് തന്നെ ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 330 രൂപയാണ്. 313 ആണ് റേറ്റ് വരുന്നത്. അത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇത് ഒരു പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് വളർന്നു വരുന്നത്. നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റി വേറൊരു പോട്ടിലോട്ട് മാറ്റാനുള്ള സൈസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം വളർച്ച ഇതിനകത്ത് നിന്നിട്ടുള്ള മാക്സിമം വളർച്ചയായിട്ടുണ്ട്. ഇതിന് വലിപ്പം ഇനിയും വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ പോട്ടിലോട്ട് മാറ്റണം. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. അടുത്ത സെയിലിനായിട്ടുള്ളത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള വലിയ മദർ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. 300 രൂപയ്ക്ക് ഇത് നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളപ്പോൾ ഇത്രയും വലിപ്പം ഇല്ലാത്ത പ്ലാന്റ് ആണ് നമ്മൾ 300 രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇതിന് കൂടെ വേറെയും പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല വെരിഗേഷനുള്ള പ്ലാന്റ് ആണ് കേട്ടോ. റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡിൻ്റെ ഇതിനകത്തും റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡിൻ്റെ ഡബിൾ ഷൂട്ടുള്ള ഒരു പ്ലാന്റ് കൂടി ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഷൂട്ടുണ്ട് കേട്ടോ. റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡിൻ്റെ ഈ ഒരു പ്ലാന്റിന് 315 ആയിരിക്കും റേറ്റ്. 313 അല്ല 315 ആയിരിക്കും റേറ്റ് വരുന്നത്. ഇതിനകത്ത് ഉണ്ടാവും ഒരുപാട് ഷൂട്ട്സ് ഉണ്ട് ഇതിനകത്ത്. നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 315 ആയിരിക്കും റേറ്റ് കേട്ടോ. നമുക്ക് സെയിലിനായിട്ടുള്ളത് ഗോൾഡൻ സോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു പ്ലാന്റ് ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഇപ്പം വന്നിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരു റിംഗ് ഓഫ് ഫയറിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇതിന് ഗോൾഡൻ സോ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത്. ഒരു ഗോൾഡൻ കളറായിരിക്കും. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇതിന് 300 രൂപയാണ് റേറ്റ് വരുന്നത്. 300 കേട്ടോ. പിന്നെ റിംഗ് ഓഫ് ഫയറിൻ്റെ ഇത് വേറൊരു പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 250. ഇത് നമ്മൾ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് 250 ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു പ്ലാന്റ് കിട്ടത്തുള്ളൂ ഈ ഒരു റേറ്റിൽ. ബാക്കി എല്ലാ പ്ലാന്റ്സും 300 ആണ് റേറ്റ് വരുന്നത്. ഇതിന് മാത്രം 250 നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇത് നേരത്തെ ഇവിടെ ഇരുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ. ഫേണിൻ്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് കിട്ടുന്നത് 180 ആണ്, 180 രൂപയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് സൈസിലുള്ള പല സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. റേറ്റ് കുറഞ്ഞതും ഉണ്ട്.
ഫേൺ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ട്രീ ഫേൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നല്ല വലിപ്പമുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. റോസും സീബ്രയുടെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 130ൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സെയിലിനായിട്ടുള്ളത് ഫിലോഡോണ്ടോൺ മെജസ്റ്റിക്കിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ്. ഫിലോഡോണ്ടോൺ മെജസ്റ്റിക്കിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 200 രൂപയാണ്. 200 ആണ് കേട്ടോ. അത് ഇത്രയും വലുപ്പമുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ. നമ്മളിതൊരു സ്റ്റിക്കിൽ കൊടുത്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റിക്കൊന്നും ഇടാതെ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഫിലോഡോണ്ടോൺ മെജസ്റ്റിക് 200. നമുക്ക് സെയിലിനായിട്ടുള്ളത് ഫിലോഡോണ്ടോൺ മയോയുടെ ഈ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 200 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും ഉണ്ട്. ഈ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഗോൾഡൻ ഫേണിൻ്റെ 80 രൂപയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത്രയായിരിക്കും ഇതിൻ്റെ സൈസ് വരുന്നത്. ഇത് നമുക്ക് സെയിലിനായിട്ടുള്ളത് റാപ്പിഡോഫോറ ഹായിയുടെ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അന്ന് കിട്ടാത്തവർക്കെല്ലാം ഇപ്പം മേടിക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് അതേ റേറ്റ് തന്നെയാണ്. 200 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ടോപ്പ് കട്ടിംഗ് ആണ് കേട്ടോ. നമുക്ക് സെയിലിനായിട്ടുള്ളത് ഷിസ്മാറ്റോ ഗ്ലോട്ടിയസിൻ്റെ വല്ലിച്ചി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇതിൻ്റെ പല സൈസിലുള്ള പ്ലാന്റ്സുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 2 ലീഫുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. 80 രൂപയുടെ പ്ലാന്റുകളൊക്കെ ഉണ്ട് വലിയ ലീഫുള്ളത്. ഫിലോഡോണ്ടോണിൻ്റെ സിൽവർ ക്ലൗഡ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ്. സിൽവർ ക്ലൗഡ്. സിങ്കോണിയം ആൽബോ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് ഇത്രയും വലിയ സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. സിങ്കോണിയം ആൽബോ വെരിഗേറ്റഡ് നല്ല വൈറ്റായിട്ട് ഫുൾ മൂണായിട്ടൊക്കെ വളർന്നു വരുന്ന പ്ലാന്റ് കേട്ടോ. സെയിലിനായിട്ട് അതിനുള്ളത് ഫിലോഡോണ്ടോണിൻ്റെ തന്നെ ഗോൾഡൻ മെലനോനി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 200 ആണ്. 200 രൂപയാണ് റേറ്റ് വരുന്നത്. ഗോൾഡൻ മെലനോനിയുടെ തന്നെ 180ൻ്റെ പ്ലാന്റ് ആണിത്. 180യുടെ ഗോൾഡൻ മെലനോനിയുടെ തന്നെ 100 രൂപയുടെ പ്ലാന്റ് ആണിത് കേട്ടോ. ഇതിൻ്റെ സൈസ് കുറവായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.